റാപ്പർ വേടനെതിരായ വിദ്വേഷ പ്രസംഗത്തിൽ RSS വാരിക KSRTയുടെ പത്രാധിപർ NR മധുവിനെതിരെ കേസ്. കിഴക്കേ കല്ലട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഭാരതീയ ന്യായ സംഹിത 192 വകുപ്പ് പ്രകാരമാണ് കേസ്. അവൻ ഒരിക്കലും ഒരു ജാതി സ്നേഹിയോ അല്ലാതൊരു കറുപ്പ് നിറം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവനൊന്നുമല്ല. ഓക്കെ, NR മധുവിനെതിരെ കേസ്, കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും അയാൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ പറയും കലാപാഹ്വാനത്തിന് കേസെടുത്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല എന്ന്. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിനും കാര്യത്തിലേക്ക് ഇറങ്ങി അവർ പോരും. ഓക്കെ, നമുക്ക് പറയാനുള്ളത് കാളി മീഡിയയെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. വേടൻ കറുപ്പിനെ സ്നേഹിക്കുന്നവനല്ല, നമ്മളെ പറ്റിക്കുകയാണ്. അതുകൂടാതെ തന്നെ അദ്ദേഹം ഒരു കറുത്ത പെണ്ണിനെയാണ് സ്നേഹിക്കേണ്ടതും പ്രേമിക്കേണ്ടതും എന്നൊക്കെയുള്ള തിട്ടൂരങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വേടൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ അങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല, അയാളെ മാറ്റി നിർത്തിയിട്ടില്ല എന്നൊക്കെ ഇതൊക്കെ നേരിട്ട് കണ്ട് അറിയുന്ന ഒരാളെ പോലെയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്. കാളി മീഡിയ നമുക്ക് അറിയാമല്ലോ അല്ലെ, ബാബു ബജരംഗിയെ പോലുള്ള ആളുകൾ വീട്ടിൽ വേണമെന്ന് പറഞ്ഞ മനുഷ്യനാ, വിദ്വാനാ. ഓക്കെ, കേൾക്കാം. കറുപ്പിനെ ഏറെ സ്നേഹിച്ച വേടൻ, കറുപ്പെന്നാൽ എന്റെ ട്രേഡ് മാർക്കാണെന്ന് പറയുന്ന വേടൻ, വേടന്റെ ജീവിത സഖിയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ മാത്രം വേടൻ വെളുപ്പ് സ്വീകരിച്ചു എന്നാണ്. ഓക്കെ, നിന്നോട് ആരെ പറഞ്ഞേ വേടന്റെ കാമുകിയുടെ നിറം വെളുപ്പാണെന്ന്? അല്ല, വേടന്റെ കാമുകി എന്ന് പറയുന്നത് വേടൻ ഔദ്യോഗികമായിട്ട് ഒരു കാര്യം എന്റെ കാമുകി ഇന്നതാണെന്ന് പറയാതെ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ സുഹൃത്തിനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഫോട്ടോയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഊളത്തരം പറയാ? അതെന്താ നിങ്ങളൊന്ന് നോക്കാത്തെ? അത് നോക്കണ്ട പൊന്നുമോനെ. കാളിയെ എന്തൊക്കെയാടാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കവിതകളെയോ അദ്ദേഹത്തിന്റെ വരികളെയോ ഒക്കെ ആകാം അദ്ദേഹം കാമുകിയായിട്ട് കണ്ടിട്ടുണ്ടാവുക. പല ആളുകൾക്കും ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും ചില പുസ്തകങ്ങളോട് അതിയായ പ്രണയം ഉണ്ടാകും. അതിന്റെ കാമുകിയാണെന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നിന്നെപ്പോലെ ഒരു സാധാരണ ഒരു മണഗുണാഞ്ചനല്ല വേടൻ എന്ന് നീ മനസ്സിലാക്കുക. അദ്ദേഹം അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന വായനാശീലമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം കൊണയ്ക്കാൻ. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കറുപ്പ് സ്നേഹികളും അവരുടെ ജീവിതത്തിൽ എപ്പോഴും വെളുപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ജീവിത പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിൽ അതൊന്നുകൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ കുറെ കൂടി അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ എന്റെ ജീവിത സഖിയായിട്ട് വരുന്ന ആൾ വെളുത്തവളായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഇവിടുത്തെ ഒരുവിധം കറുപ്പ് സ്നേഹികളല്ല. ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ നമ്മളെങ്ങനെ ഇപ്പോ ഇയാളൊക്കെ ഉദ്ദേശിക്കുന്നത് IM വിജയനെയും കലാഭവൻ മണിനൊക്കെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. കലാഭവൻ മണി ഞാൻ കറുപ്പിനെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞു നടന്ന ഒരു മനുഷ്യനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ നിറം ഇതായിപ്പോയി, എന്ത് ചെയ്യാനാ? അദ്ദേഹം ഒരു തമാശ രീതിയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കറുപ്പിനെ പ്രേമിക്കുന്നവനാണ്, കറുപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവനാണെന്ന് കലാഭവൻ മണിയും പറഞ്ഞിട്ടില്ല, IM വിജയനും പറഞ്ഞിട്ടില്ല. അവർ വിവാഹം കഴിച്ച സ്ത്രീകളുടെ നിറവും അവർ നോക്കിയിട്ടുണ്ടാവണം എന്നില്ല. മനസ്സിന് ഇഷ്ടപ്പെടുന്നവരെയും കൂടിയാണല്ലോ നമ്മൾ വിവാഹം കഴിക്കുക. ഓക്കെ, അപ്പോ വെളുപ്പിനോടാണ് എല്ലാവർക്കും സ്നേഹം എന്നുള്ള കാര്യം കുറച്ചൊക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് വേടനെ പോലെയുള്ള ആളുകൾ ഇവിടെ വേണമെന്ന് പറയുന്നത്. ഉച്ചത്തിൽ അത് വിളിച്ചു പറയുമ്പോൾ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ കഴിയും, ആളുകൾ ശ്രദ്ധിക്കും, ആളുകൾ മനസ്സിലാക്കും എന്താണ് നിറം കൊണ്ടുള്ള ഒരു വ്യത്യാസം എന്നുള്ളൊരു കാര്യം. അങ്ങനെ നിറം കൊണ്ട് വേർതിരിവ് വേണ്ട എന്നൊരു കാര്യം ആളുകൾ അങ്ങ് തീരുമാനിക്കും. ആ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നല്ല ഒരാള് നേതാവായിട്ട് വേണം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ നമ്മൾ കടമെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കറുപ്പിന്റെ പേരിൽ ശരിയായ രീതിയിൽ അടിച്ചമർത്തലുകൾ നടത്തുന്നുണ്ട്. ആ ഒരു കാര്യം എന്റെ കാളി നീ മനസ്സിലാക്കണം. വേടൻ സ്നേഹിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ വേടന്റെ കാമുകി ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഫോട്ടോ പോലും കാണിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് ഔദ്യോഗികമായിട്ട് വേടൻ പറയണം ഇതാണ് എന്റെ കാമുകി എന്ന്. പല ആളുകളും അനാവശ്യമായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് അതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിന്നെ പോലെയുള്ള ഒരാള് അത് വീഡിയോ ആക്കി ചെയ്തതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. നീ പറഞ്ഞ ഒരു വാക്കിൽ ഞാൻ യോജിക്കുന്നു. കറുത്തവന് വെളുപ്പിനോട് ആഗ്രഹമുണ്ട്. അത് എന്തുകൊണ്ടാണ് ആഗ്രഹം വരുന്നത് എന്ന ബോധം മനസ്സിലുണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, കറുപ്പ് എന്ന് പറയുന്ന നിറം ഏറ്റവും ഭംഗിയുള്ള നിറമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കറുപ്പ് നിറത്തെയാണ്. ഞാൻ ഡ്രസ്സിന്റെ ഒക്കെ കാര്യത്തിൽ കറുപ്പാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചൂസ് ചെയ്യുക. വൈറ്റിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, കറുപ്പിന് 7 അഴകാണെന്നൊക്കെ പറയുന്ന ഈ വിദ്വാൻ കല്യാണം കഴിച്ചിരിക്കുന്നതും ഒരു വെളുത്ത സ്ത്രീയാണ് എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കണ്ടത്. ഞാൻ അതൊന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. പല ആളുകളുടെ അവസ്ഥ ഇപ്പം മനസ്സിലായില്ലേ? അതാണ്, കറുപ്പിനെ ഇഷ്ടമാണ്, പക്ഷെ വെളുപ്പിനെയെ സ്വീകരിക്കുള്ളൂ. കൊള്ളാം. പക്ഷെ ഇവരൊക്കെ കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ ഒരു ട്രേഡ് മാർക്ക് ആക്കി എടുക്കുകയും ആ കറുപ്പിലൂടെ വളരാൻ ശ്രമിക്കുകയും അവസാനം അവരുടെ ജീവിതത്തിൽ ഒരു പങ്കാളി വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ വെളുത്ത കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആളുകളാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അവർ ശരിക്കും ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ മാത്രമാണ് അവരുടെ കറുപ്പിനെ അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, വേടൻ ഇവിടെ അദ്ദേഹത്തിന്റെ കറുപ്പിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നെന്നാണ് പറയുന്നത്. വേടന്റെ ഏത് പ്രോഗ്രാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് ഷർട്ട് ഇട്ടിട്ടുണ്ടാവില്ല, രണ്ടാമത് ഷർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിട്ടുണ്ടാവുക. അദ്ദേഹം ബ്ലാക്കിനോട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ബ്ലാക്ക് അയാൾക്ക് ഇഷ്ടമാണ്, അത്ര തന്നെ. കറുപ്പിനെ ആൾക്ക് ഇഷ്ടമാണ്. ആ കറുപ്പിനെ വേർതിരിച്ച് കാണരുത് എന്നാണ് ആള് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് പലരും പലപ്പോഴും ആ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ പല രീതിയിൽ എടുത്ത് നോക്കിക്കോ, സ്കൂൾ കാലഘട്ടം മുതൽ അങ്ങോട്ട് അംഗനവാടി മുതൽ തന്നെ ഈ കറുപ്പിന്റെ വെളുപ്പിന്റെ വേർതിരിവുകൾ കുട്ടികളിൽ തന്നെ ചില ആളുകൾ അടിച്ചേൽപ്പിക്കും നമ്മൾ കണ്ടിട്ടില്ലേ. ഒരു സിനിമയിലും പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന പുസ്തകത്തിൽ വരെയുണ്ട് വികൃതമായ രൂപവും വികൃതമല്ലാത്തതും എന്ന് കാണിക്കുന്ന വേർതിരിക്കുന്ന ഒരു ഭാഗം അല്ലെ. അപ്പൊ അങ്ങനെയാണ് ചെറുപ്പം മുതലേ നിങ്ങളിപ്പോ നിങ്ങളുടെ കുഞ്ഞ് ഒന്ന് വെയിലത്ത് ഇറങ്ങി അപ്പ പറയും, എടാ കറക്കോടെ അങ്ങോട്ട് കേറിക്കടാ എന്ന് പറയും. അതായത് കറുപ്പ് മോശമാണെന്ന് ചെറുപ്പം മുതലേ നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടാ ഈ ചെറിയ കൊച്ചിന് എന്ത് കറുപ്പ് എന്ത് വെളുപ്പ് അവരെ തലയിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഈ മെസ്സേജുകൾ. നമ്മളാണ് ആ മെമ്മറിയിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. വെയിൽ കൊണ്ടാൽ കറക്കും, അകത്തേക്ക് വാ. വെയിലത്തൊന്ന് കളിച്ച് തിരിച്ചു വരുന്ന കുട്ടിയോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ ആകെ കരിവാളിച്ചു പോയടാ, ആകെ കറുത്തു പോയടാന്ന്. നമ്മളാണ് കുറ്റക്കാരൻ. വേടൻ ഒരു കുറ്റക്കാരനല്ല. വേടൻ യഥാർത്ഥത്തിൽ നമ്മളോട് ഇത് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. കറുപ്പുമില്ല വെളുപ്പുമില്ല, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളത്. അതിനെയാണ് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ കാളി മറ്റുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത്. ഇപ്പോൾ വേടന്റെ ഒരു താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത സഖിയായിട്ട് വരേണ്ട ഒരു പെൺകുട്ടി ഇത്തിരി വെളുപ്പായി പോയി എന്നുള്ള പരാമർശം സോഷ്യൽ മീഡിയയിൽ പരക്കുമ്പോഴും വേടന്റെ ആരാധകർ അത് വളരെ കൃത്യമായിക്കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് മറുപടി പറയുന്നുണ്ട്. അവരത്രമാത്രം വെളുത്ത സ്ത്രീയല്ല, അത് ഫിൽറ്റർ ഇട്ടുകൊണ്ട് വെളുപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ലെന്നേ. നിറത്തെ അഭിമാനമായി കാണുകയും പകരം തന്റെ ജീവിതസഖിയായിട്ടുള്ള സ്ത്രീയെ വെളുപ്പുമായിട്ട് സങ്കല്പിക്കുകയും ചെയ്യുന്നിടത്താണ് ആ ഒരു വലിയ എന്താ പറയാ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നത്. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടോ, വേടൻ പറഞ്ഞിട്ടില്ല എന്റെ കാമുകി ഇതാണെന്ന് പറഞ്ഞ് ചേർത്ത് വെച്ചിട്ടില്ല. അങ്ങനെ വെക്കട്ടെ, ചേർത്ത് വെക്കുമ്പോ നിങ്ങൾ കളറ് തെരഞ്ഞു പോ. ഇതാണ് ഇവരുടെയൊക്കെ ഒരു കുഴപ്പം. വേടൻ പറയുന്ന വാക്കുകൾ RSSന് നല്ല രീതിയിൽ കൊള്ളുകയാണേ. തമ്പ്രാക്കന്മാരെ ഊഞ്ഞാലാട്ടി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അത് ഓർത്തെടുക്കുന്നത് കൊണ്ടാകാം, അയവറക്കുന്നതാകാം, തീരെ അങ്ങ് പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേടൻ കറുപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിനർത്ഥം വെളുപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളാവരുത് എന്നാണോ നീ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കറുപ്പ് കൊണ്ട് അടിച്ചമർത്തലുകൾ ഒരുപാട് ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അദ്ദേഹം സ്വീകരിക്കുന്ന നിറം എപ്പോഴും കറുപ്പായിരിക്കണം എന്ന് എങ്ങനെ ചിന്തിക്കുക? അവൻ കഴിക്കുന്ന ഭക്ഷണം, അതായത് അരി ഭക്ഷണം കറുപ്പാക്കണം എന്ന് ചിന്തിക്കാൻ കഴിയോ? ഇല്ലല്ലോ. അതൊരു മണ്ടത്തരല്ലേ? ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ. ഇങ്ങനെ കുറെ ചിന്തിച്ചു വെക്കുന്ന ആളുകളുടെ ഉള്ളിലാണ് ആ വർണ്ണ വിവേചന ചിന്തകൾ ഉള്ളത്. ഓഹ്, വല്ലാത്ത മനുഷ്യൻ. ശരിക്കും വേടൻ ഒരു കറുത്ത സ്ത്രീയെ തന്നെ സ്വീകരിക്കണമായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. അത് എന്റേത് മാത്രമാണ് കേട്ടോ. കണ്ടില്ലേ, അവിടെ വർണ്ണവിവേചനം ആരാ കാണിക്കുന്നത്, ആരാ പറയുന്നത്? ഇവനെ പോലെയുള്ള കുറെ കാളികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. വേടൻ ഏത് നിറത്തെ സ്വീകരിച്ചാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. വേടൻ കറുപ്പിനെ കുറിച്ച് പറയുന്നു, കറുപ്പിന്റെ രാഷ്ട്രീയം വിളിച്ചു കൂവുന്നു. വേടൻ കല്യാണം കഴിക്കേണ്ടത്, വേടൻ കഴിക്കേണ്ട ഭക്ഷണവും, വേടൻ എന്തു ചെയ്താലും കറുപ്പായിരിക്കണം. നാളെ അവൻ പല്ല് കറുപ്പിക്കേണ്ടി വരുമോ? നാളെ അവൻ വിരലുകളിലെ നഖങ്ങൾ കറുപ്പിക്കേണ്ടി വരുമോ? ഇതാണ് വിഡ്ഢിത്തരം. ഇങ്ങനെ വിഡ്ഢിത്തരങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കറുപ്പ് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടട്ടെ. കറുപ്പിനെ വേർതിരിച്ച് കാണരുത് എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? അവിടെ വേർതിരിവ് കാണിക്കുന്നത് ഇപ്പൊ ഇവനെ പോലുള്ള ആളുകളാണ്, വേറെ ആരുമല്ല മക്കളെ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പല ആളുകളും കറുപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ കറുത്തവനാണ്, എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകളെല്ലാം സ്വീകരിച്ച പാത ഇത് തന്നെയാണ്. അത് തന്നെയാണ് വേടന് സ്വീകരിച്ചിട്ടുള്ളത്. വേടന് മാത്രം ചില പ്രത്യേകതകളും നമ്മൾ കൊടുക്കണ്ടല്ലോ. വെരി ഗുഡ്, കീപ് ഗോയിങ്. നമ്മൾക്കിടയിൽ ആ ഒരു ചിന്തയുണ്ട്, അത് വേറൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും വെളുപ്പിനോടാണ് താല്പര്യം. ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ പോലും അതിൽ കറുത്ത കുട്ടിയെ കാണുമ്പോൾ കുഞ്ചിക്കാൻ നമ്മൾ കുറച്ച് മടിക്കാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് എത്ര തന്നെ നിങ്ങൾ മറച്ചു വെച്ചാലും ഉള്ള ഒരു സത്യതാണ്. എന്നാൽ വെളുത്തൊരു കുട്ടി എന്തെങ്കിലും ചെറിയൊരു കുസൃതി കാണിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴോ നമ്മൾ അതിനെ വല്ലാണ്ട് അങ്ങ് എടുത്ത് കൊഞ്ചിക്കുന്നത് കാണാം, അല്ലെങ്കിൽ അതിനെടുത്ത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. നമ്മളല്ല, നിങ്ങൾ, ചില ആളുകൾ നമ്മൾ എന്ന് പറയുമ്പോൾ ബഹുവൽക്കരിച്ചു, ഏകവൽക്കരിച്ചു പറഞ്ഞോളൂ. എനിക്ക് ഒരു കുഞ്ഞ് കറുത്തതാണോ വെളുത്തതാണോ എന്ന വേർതിരിവ് എന്റെ കയ്യിലില്ല, എനിക്കില്ല. നമ്മളൊരാളുമായിട്ട് പ്രണയത്തിലാവുകയാണെന്ന് കൂട്ടുക.
അത് നിറം നോക്കിക്കൊണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ രണ്ട് സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ എന്നെ കാണാൻ ചിലപ്പോ ഭംഗിയില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടാകാം. ചിലപ്പോ എന്നെ ഭംഗി ഉണ്ടാവില്ലായിരിക്കാം അവരുടെ കണ്ണുകളിൽ. പക്ഷെ ആ ഭംഗിയില്ലാത്തവന്റെ കൂടെ കൂടുന്ന, അത് മനസ്സിലാക്കണം. അവനെ ഭംഗിയില്ല എന്ന് പറഞ്ഞവന്റെ കൂടെ തന്നെ കുറെ കാലം നിന്ന് ഇവന്റെ ഭംഗിയില്ലായ്മ അവനൊരു ഭംഗിയായി മാറുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇത്തരം നിറങ്ങളും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും നിറത്തിനോ രൂപത്തിനോ ഭാവത്തിനോ ഒന്നും ഒരു ബന്ധവുമില്ല. അതായത് അന്യോന്യമുള്ള ആ ഒരു സൗഹൃദത്തില് ഇവൾ എന്റേതാണ് അല്ലെങ്കിൽ ഇവൻ എന്റേതാണെന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിറം ഒന്നും ഒരു വിഷയമല്ല. നിറത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവന്റെ രൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവന്റെ ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് മനസ്സിലാക്കണം. ഇപ്പൊ അയാൾ പറയുന്ന കേട്ടില്ലേ, കറുത്ത കുട്ടിയോട് സ്നേഹം തോന്നില്ല, വെളുത്ത കുട്ടിയോട് സ്നേഹം തോന്നുന്നു. ആ വേർതിരിവ് ഇല്ലാതാക്കുകയാണ് നമ്മൾ എല്ലാവരും കൂടെ ചെയ്യേണ്ടത്. വേടൻ വെളുത്ത പെൺകുട്ടിയെയോ കറുത്ത പെൺകുട്ടിയെയോ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ. നമ്മുടെ സമൂഹത്തിലുള്ള ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, ഈ വേർതിരിവുകൾ, ഈ വർണ്ണ വിവേചനം, ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാ. വെളുത്ത പെണ്ണിന് കറുത്താണ്, കറുത്ത പെണ്ണിന് വെളുത്താണ്, അതൊരു വിഷയമുള്ള കാര്യമല്ല. പകരം എല്ലാവരും മനുഷ്യരാണ് എന്ന ചിന്ത ഉണ്ടാവുമ്പോഴാണ് ആരായി മാറുന്നത്? നമ്മൾ മനുഷ്യരായിട്ട് മാറുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി എൻ്റെ കാളിച്ചേട്ട. അപ്പൊ അങ്ങനെ കണ്ടു വളർന്നത് കൊണ്ടാവാൻ ചിലപ്പോൾ വേടനും എന്റെ കറുപ്പ് മാർക്കറ്റാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും തന്റെ ജീവിത സഖിയായിട്ട് വരുന്ന പെണ്ണൊരു വെളുപ്പായിരിക്കണം, ആ ക്യൂട്ട്നസ് വാരി വിതരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. നീ നിന്റെ കാര്യം പറ, വേട്ടന്റെ കാര്യം വേട്ടൻ തീരുമാനിച്ചുള്ളൂ. വേടൻ അങ്ങനെ ചിന്തിച്ചു എന്നാ പറയുന്നത്. അതായത് കറുത്ത കുട്ടിയും വെളുത്ത കുട്ടിയും കാണുമ്പോൾ വെളുത്ത കുട്ടിയെ എടുത്ത് കൊഞ്ചിക്കാൻ വേടന് തോന്നിയത്രേ. അതുകൊണ്ടാണ് ആ വേർതിരിവെന്ന്. കൊള്ളാം, കീപ് ഗോയിങ് കേട്ടാ. അത്രേ ഉള്ളൂ. ഞാൻ വേടനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അവന്റെ രാഷ്ട്രീയം മാത്രമാണ്. അവൻ ഒരിക്കലും ഒരു ജാതി സ്നേഹിയോ അല്ലാതൊരു കറുപ്പ് നിറം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവനൊന്നുമല്ല. വേടനിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയം നിനക്ക് ദഹിക്കില്ല. കാരണം അത് ചില തമ്പുരാക്കന്മാർക്ക് നന്നായിട്ട് കൊള്ളേ. പഴയ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ചില തമ്പുരാക്കന്മാർക്ക് നന്നായിട്ട് കൊള്ളൂ. ആ തമ്പുരാക്കന്മാരെ പാലൂട്ടി വളർത്തുന്ന മനുസ്മൃതിയെ ആരാധിക്കുന്നവനാണ് നീ. നിനക്ക് വേടന്റെ രാഷ്ട്രീയം ദഹിക്കില്ല. വേടൻ എവിടെയെങ്കിലും മാറ്റി നിർത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും വേടൻ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ? വേടൻ വന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഒരു യൂട്യൂബിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് വേടൻ വന്നിട്ടുള്ളത്. അന്ന് മുതൽ വേടനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. അന്ന് മുതൽ വേടനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. ഓക്കെ, അന്ന് മുതലേ നിനക്കറിയൂ. അയാളുടെ പാസ്റ്റ്, അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് നിനക്കറിയില്ല. അത് അയാൾ തുറന്നു പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ അനുഭവത്തിൽ നിന്ന് എഴുതുന്ന വരികൾക്ക് തീർച്ചയായിട്ടും മൂർച്ചയേറും. അയാൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അനുഭവങ്ങളാവും ആൾ എഴുതിയിട്ടുണ്ടാവുക. നിനക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ എന്ന് വീണ്ടും നീ ബഹുവചനം പ്രയോഗിച്ചു, നീ ഏകവചനം ഉപയോഗിച്ചാൽ മതി. ഞാൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വേടന് ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് സ്റ്റേജുകൾ കിട്ടുന്നുണ്ട്. അവന്റെ കറുപ്പിനെ എല്ലാവരും സ്നേഹിച്ചു. പക്ഷെ അവൻ കറുപ്പിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യമായി തുടരുകയാണ്. എന്താടാ പ്രശ്നം? എന്താ ഇവിടെ ഇപ്പൊ വേടൻ കറുപ്പനാണ്, കറുത്താനാണ്, കറുപ്പ് 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 കറുപ്പ്, വേടൻ 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 വേടൻ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവന്റെ ഭാര്യ അല്ലെങ്കിൽ അവൻ പ്രേമിക്കുന്നത് ഇന്ന പെണ്ണാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് വെളുപ്പാണ്. വേടൻ കറുപ്പിന്റെ രാഷ്ട്രീയം വിറ്റ് കാശാക്കുന്നവനാണ്, ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെ മനസ്സിലാവുന്നില്ല. വേടൻ ഒരുപാട് സ്റ്റേജുകൾ കിട്ടിയത് അയാളെ കഴിവുള്ളത് കൊണ്ടാണ്. അയാൾ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് പൊന്തി വന്ന മനുഷ്യനാ. അയാളെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഇനി വേടനെ മാത്രം മാറ്റി നിർത്തിയാലേ വേടൻ ഇതിനെക്കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ലല്ലോ. വേടൻ വായിച്ച പല പുസ്തകങ്ങളിലും അടിച്ചമർത്തപ്പെട്ട ഒരുപാട് അടിമയാക്കപ്പെട്ട ആളുകളെ കുറിച്ചും കൂടി അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വേടൻ വന്നതാണ്. അത്ര കൂട്ടിയാൽ മതി. വേടൻ അനുഭവം ഉണ്ടായാൽ മാത്രമേ വേടൻ എഴുതാവൂ എന്നൊന്നും പറയാൻ പറ്റില്ല. വേടൻ വായിച്ച പല പുസ്തകങ്ങളിലും പല കാര്യങ്ങളും ഉണ്ടാവും. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ച് പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്നു. നമുക്ക് പ്രതികരണശേഷിയില്ല, അദ്ദേഹത്തിന് അതുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, അത് അത്ര തന്നെ. കാരണം അദ്ദേഹം സഞ്ചരിച്ച പാതകള് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വേടന്റെ ആരാധകരായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ശരിക്കും നമ്മൾ നോക്കിയാൽ അറിയാം. ആരാണ് വേടനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ആരാണ് വേടന് വേണ്ടി സംസാരിക്കുന്നത്. വേടന്റെ ഒരു പോസ്റ്റ് വരുമ്പോഴത്തേനും അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ജാതീയത കൊണ്ടു നിറയ്ക്കുന്നത് ആരാണ്, ചാതുർവർണ്ണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ് എന്നെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് വേടന്റെ ഏതൊരു പോസ്റ്റ്, ആരും വേടനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പോസ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ഇടയിൽ പോയാൽ കാണാം, വൃത്തിയായിട്ട് കാണാം. അപ്പൊ അത് നിർത്തണമെങ്കിൽ, അതായത് നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകളെ പൊക്കിക്കൊണ്ടുവരിക. അതിന്റെ ട്രാക്ക് കൊള്ളാടാ. മുസ്ലിങ്ങളാണ് അത്ര വേടനെ സപ്പോർട്ട് ചെയ്യുന്നത്.
എന്റെ പൊന്നു മോനെ, ഹൈന്ദവ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളും തന്നെയാണ് വേടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. വേടന്റെ പല രാഷ്ട്രീയങ്ങളിലും കൃത്യമായി ഫാസിസ്റ്റ് വിരോധ മനോഭാവമുണ്ട്. ആ മനോഭാവത്തിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അതുകൂടാതെ തന്നെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരുപോലെ നിൽക്കുന്നു. അതിൽ RSSകാരെയും BJPക്കാരെയും കാണില്ല എന്നുള്ളൂ. അതുകൊണ്ടാണ് ഹാരിഫ് ഹുസൈനെ പോലെയുള്ള മതം വിട്ടുപോയ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയുന്നത്. കൊള്ളാം, എന്റെ മനോഭാവം അടിപൊളിയായിരിക്കുന്നു. ആരിഫ് ഹുസൈൻ ഒന്നും വന്ന് ഇവിടെ പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല എന്റെ പൊന്നുമോനെ. വേടന്റെ വാക്കുകളുടെ മുന്നിൽ ആരിഫ് ഹുസൈൻ വെറും പുഷ് അത്ര തന്നെ ഉള്ളൂ. ആരിഫ് ഹുസൈനെയും ഇതുപോലുള്ള ആളുകളുടെയൊക്കെ വീഡിയോസ് നമ്മളും പരമാവധി സ്പ്രെഡ് ചെയ്യാം. അടിക്കടി തിരിച്ചടി അതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. വേടനെ സ്നേഹിച്ചത് കൊണ്ടൊന്നുമല്ല. ഇവിടെ ഹൈന്ദവ സമൂഹം ഒരു ഏകീകരണത്തിലോട്ട് വരുമെന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കമന്റുകളെല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന വേടന്റെ ആരാധകർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് എഴുതുന്ന കമന്റുകളികളെല്ലാം ഹൈന്ദവർ ഏകീകരണം നടക്കുന്നു, ഹൈന്ദവർക്കുള്ളിൽ ഒരു ഏകീകരണം നടക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുരുക്ക് തീർക്കൽ മാത്രമാണ്. ഞാഞ്ഞൂളൊന്ന് കൊഴുത്ത് വീർത്തെന്ന് കരുതി രാജവെമ്പാലയുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കല്ലേ എന്ന് മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതെന്താ പറഞ്ഞു മനസ്സിലായില്ലേ? പുലയാ, നീ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി നമ്പൂരിയുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചാ നിനക്ക് ഒലക്ക തരും എന്ന് തന്നെയാ. നീ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ ഹിന്ദുക്കളും ഒന്നിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. ആരൊന്നിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ആദ്യം ഹിന്ദു മാട്രിമോണി എന്നൊരു സാധനം ഉണ്ടാക്ക്. എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും അതിൽ നിന്ന് പെണ്ണ് കൊടുക്ക്. പറ്റുമോ? അത് ചെയ്ത് കാണിക്ക്. എന്നതിന് ശേഷം മതി എന്ത് ഹിന്ദുക്കൾ ഒന്നിക്കല്. ഹിന്ദുക്കൾ ഒന്നിക്കുമ്പോ അത് ഏകീകരിച്ചു കൊണ്ട് ഒന്നിക്കണം. എല്ലാവരും ഒന്നാണ് എന്ന രീതിയിൽ. അതിപ്പോ കല്യാണം കാര്യമാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെണ്ണ് കെട്ടുന്ന കാര്യത്തിൽ തന്നെ ആദ്യം ഒരു തുടക്കം കുറിക്കും. നിന്നെ പോലെയുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ട് അതൊന്ന് വിജയിപ്പിക്കുക. അതുകൂടാതെ അമ്പലങ്ങളിൽ കീഴാളന്മാരാണ് എന്ന് ചവിട്ടിത്താഴ്ത്തിയ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് പൂജിക്കാനുള്ള അവസരം വാങ്ങിക്കൊടുക്ക്. എന്നിട്ട് പറയാം നമുക്ക് ഹിന്ദുക്കൾക്ക് ഒന്നിക്കാമെന്നൊക്കെ. കൊള്ളാം. പണ്ട് സ്വാതന്ത്ര്യ സമയ കാലഘട്ടങ്ങളിലെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ഒരു പാരമ്പര്യം RSSകാർക്ക് ഉണ്ടായിരുന്നു. അതെന്താ അവർ ചെയ്തിരുന്നു അറിയോ? സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പോകുന്ന പല ഹൈന്ദവരായ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും, നിങ്ങൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കരുത്, പകരം നമുക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കണം, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും ഇതിൽ നിന്നും പിന്തിരിപ്പിച്ച് ഹിന്ദുത്വ സേനകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാ. അതോ ആ ബ്രിട്ടീഷുകാരുടെ ഷൂവിന്റെ അടിയിൽ കിടന്ന് താരാട്ടുപാടി ഉറങ്ങിക്കൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും നോക്കാൻ ശ്രമിക്കുന്നത്, ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. വേടൻ ഭിന്നിപ്പല്ല ഉണ്ടാക്കുന്നത്, വേടൻ ഏകീകരിക്കുകയാണ് ആളുകളെ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അടുത്തുനിന്ന് കാണുമ്പോൾ ജാതീയപരമായിട്ട് പറഞ്ഞുകൊണ്ട് നിന്റെ കാരണവന്മാരെ അവരുടെ കാരണവന്മാർ ചെയ്ത് നീ മറന്നോ, നിന്റെ കാരണവന്മാരെ മറ്റേ കുഴിയിൽ കഞ്ഞി കൊടുത്തതൊക്കെ നീ മറന്നോ, പണ്ട് കിണ്ടി തിരിച്ചു വെച്ചതൊക്കെ നീ മറന്നോ, ഇങ്ങനെയുള്ള പരാമർശങ്ങളുമായിട്ട് ഇവരിങ്ങനെ വരുന്ന കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിത് കണ്ടുകൊണ്ട് സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കേണ്ടവരല്ല. നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഒരു എന്താ പറയാ, നമ്മളങ്ങ് വിഘടിപ്പിച്ച് നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ആ പരിശ്രമം നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ തുടരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്കിടയിലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ നമ്മളും അങ്ങ് പൊക്കിക്കൊണ്ടുവരണം. ദാറ്റ്സ് ഓൾ. അത്ര തന്നെ. പണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പോകുന്ന ഹിന്ദുക്കളൊക്കെ പിടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യാൻ പോണത്, പ്രശ്നം ഉണ്ടാക്കാൻ പോണത്, ബ്രിട്ടീഷുകാരുടെ അടി കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹിന്ദുക്കളൊക്കെ ഒരു ടീമായിട്ട് കൂടാ, നമുക്ക് അവരെ കൂടാ എന്ന് പറഞ്ഞ ആ മനോഭാവമല്ലേ? അടിച്ചമർത്തപ്പെട്ട സമൂഹം ഉണ്ടായിരുന്നു മോനെ ഇവിടെ. നീ പറയുന്നു അന്ന് കഞ്ഞി ഇങ്ങനെ കൊടുത്തില്ലേ, അല്ലെങ്കിൽ മറ്റേത് ചെയ്തില്ലേ, മറിച്ച് ചെയ്തില്ലേ, അത് ഇന്ന് പറയണ്ട എന്നുള്ളത്. അത് ഇന്നും നടക്കുന്നുണ്ട്. അതിന് രൂപവും ഭാവവും മാറി എന്നുള്ളൂ. ഇപ്പൊ ഒരു വീട്ടിൽ ജോലിക്ക് പോയ ഒരു ചേച്ചിയെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കണ്ടില്ലേ? അധികം വൈകാതെ തന്നെ അവരെ ഊരി വന്നു. പക്ഷെ അവർക്ക് സ്റ്റേഷനിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒന്നും വേണ്ട എന്റെ പൊന്നു മോനെ, നീ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്യ്, അല്ലെങ്കിൽ വേണ്ട യൂട്യൂബിൽ ന്യൂസുകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ജാതി അധിക്ഷേപങ്ങൾ എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്, നിരന്തരമായി നടക്കുന്നുണ്ട്. അപ്പോ പറയനെയും പുലയനെയും പാണനെയൊക്കെ എന്നും അതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അതിന് മാറ്റം വരണം. അതിന് മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഒന്നിക്കണം. ആ ഒന്നിപ്പില് എന്ത് സംഭവിക്കണം എന്നറിയോ? ജാതീയ വേർതിരിവുകളും വർണ്ണ വിവേചനവും ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം എന്നറിയോ? ആദ്യം നിങ്ങൾ ഈ ജാതി തിരിച്ചിട്ടുള്ള സംഘടനകൾ അവസാനിപ്പിക്കണം. അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് നടക്കൂ. പിന്നെ ചില ആളുകൾ പറയും
ഹരിജൻസിന് SC ST കൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ട് അവര് കിടന്ന് കുരയ്ക്കുന്നു എന്നുള്ളത്. എന്റെ പൊന്നു മോനെ, ആകെ 10-8% സംവരണം കിട്ടുന്നത്. നിനക്ക് കിട്ടുന്നത് പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കൊള്ളാം. വേടൻ ഈ സമൂഹത്തിന് ആവശ്യമായ ഒരു വ്യക്തിയാണ്. അയാളെ നിറത്തിന്റെ പേരിൽ ഇപ്പോ ഇങ്ങനെ മാറ്റുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വേടൻ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കട്ടെ. അയാൾ നിറം നോക്കിക്കൊണ്ടാവണമെന്നില്ല തന്റെ കാമുകിയെ തിരഞ്ഞെടുക്കുന്നത്. അയാൾ മനസ്സ് നോക്കിയിട്ടായിരിക്കും. പല ആളുകളും പറയും അവൻ ആള് വെളുത്തിട്ട, പക്ഷെ അവന്റെ മനസ്സ് കറുത്തിട്ടാണെന്ന്. അവിടെ പോലും കറുപ്പിന് നിങ്ങൾ വൃത്തികെട്ട ഒരു പേരാണ് കൊടുക്കുന്നത്. അവൻ കറുത്ത മനസ്സുള്ളവനാണ് എന്നുള്ളത്. ആ വൃത്തികേടുകൾ ആദ്യം നിങ്ങൾ അവസാനിപ്പിക്കുക, എന്നിട്ട് കൊണയ്ക്കാം. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.